തൊഴിലുറപ്പ് പദ്ധതിയിൽ റോഡിന് ഫണ്ട് അനുവദിച്ചതിലെ വിവേചനം അവസാനിപ്പിക്കുക, ജലജീവൻ പദ്ധതി മൂലം താറുമാറായ മുഴുവൻ റോഡും പുനഃസ്ഥാപിക്കുക, പഞ്ചായത്തിൽ നടപ്പിലാക്കിയ നിലാവ് പദ്ധതിയിലെ അപാകത പരിഹരിച്ച് തെരുവുവിളക്കുകൾ പൂർണ്ണമായി കത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും വാർഡ് വികസന സമിതി കൺവീനർമാരും വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ധർണ മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ സൂപ്പി നരിക്കാട്ടേരി ഉദ്ഘാടനം ചെയ്തു. വികസന കാഴ്ചപ്പാടില്ലാത്തവരെ ജനം തിരിച്ചറിയുമെന്നും കോടികൾ ലാപ്സായി കിടക്കുന്ന പഞ്ചായത്തായി വില്യാപ്പള്ളി മാറിയിരിക്കുകയാണെന്നും വില്യാപ്പള്ളിയുടെ മുഖച്ഛായ മാറ്റാൻ ജനം കാത്തിരിക്കുകയാണെന്നും ജില്ലാ മുസ്ലിം ലീഗ് ട്രഷറർ സൂപ്പി നരിക്കാട്ടേരി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പ്രത്യേകിച്ച് തൊഴിലുറപ്പ് അതിനെപ്പറ്റി ഇവർ അജ്ഞാതരാണെന്ന് എനിക്ക് തോന്നുന്നു. UP ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയാണ്. മൻമോഹൻ സിംഗ് നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ്. ഈ തൊഴിലുറപ്പിന്റെ ഒരു സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ, എത്രത്തോളം ഫണ്ട് ചെലവഴിക്കുന്നതോ അത്രത്തോളം ഫണ്ട് കൊടുക്കും. അതിന് പരിധികളില്ലാത്ത ഫണ്ടാണ്. നിങ്ങൾ പറഞ്ഞു 1.25 കോടിയോ അല്ലെങ്കിൽ 1 കോടിയോ 2 കോടിയോ ഒന്നല്ല, അതിന് പരിധികളില്ല. നിങ്ങൾ ആക്ഷൻ പ്ലാൻ എത്രത്തോളം കൊടുക്കുന്നോ അതിന്റെ എക്സ്പെൻഡിച്ചർ അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഫണ്ടാണ് തൊഴിലുറപ്പ്. പിന്നെ 1.25 കോടി കൊണ്ട് കളിക്കുന്നു. പിന്നെ എന്താണ് വിവേചനം? നിങ്ങൾക്ക് എന്താ എല്ലാ വാർഡിലും ഒരുപാട് ഈ പറയുന്ന വാർഡിൽ UDF മെമ്പർമാരുള്ള വാർഡ്, അവിടെ എന്താ LDF ഇല്ലേ? അവിടെ നിങ്ങൾക്ക് വോട്ട് ചെയ്ത ആളുകളുണ്ടല്ലോ. ഇപ്പൊ ഞങ്ങൾ എന്താ പറയുന്നത്, UDF മാത്രം റോഡ് കൊടുക്കണമെന്ന് പറയുന്നില്ലല്ലോ. ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു യൂണിറ്റാണ്. ആ യൂണിറ്റിനെ ഒന്നായി കണ്ടുകൊണ്ട് വികസന പിന്നോക്ക അവസ്ഥയുള്ള സ്ഥലത്ത് കൂടുതൽ കൊടുക്കണം, വികസന മുന്നോട്ടുള്ളത് കുറച്ച് കുറവ് വരുത്തണം. അങ്ങനെ ഒരു യൂണിറ്റായി കാണാനുള്ള വിശാല മനസ്കത, അത് LDFന് കൂടുതൽ UDFന് കുറവൊന്നല്ല. അതിൻ്റെ ഒരു ശാസ്ത്രീയമായ ഒരു പരിശോധന, അതിൻ്റെ പഠനം ഇതൊക്കെ നടത്തി യൂണിറ്റായി കണ്ടുകൊണ്ടാണ് പഞ്ചായത്ത് പ്രവർത്തനങ്ങൾ. ഇവിടെ തികഞ്ഞ വിവേചനമാണ് കാണിക്കുന്നത്. ഞങ്ങൾ കൃത്യമായിട്ട് പറയും, നമുക്ക് വാർഡ് വിഭജനത്തിലും അങ്ങനെ നടത്തിയിട്ടുണ്ട്, വോട്ട് ചേർക്കുന്നതിലും തള്ളിക്കുന്നതിലും അങ്ങനെ ഇതൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഞാൻ പറയട്ടെ, ഈ പഞ്ചായത്തിലെ ജനമനസ്സുകളെ വിഭജിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. പിന്നെ നിങ്ങളെ കൂടെ ഉള്ളത് RJD ആണ്. നിങ്ങൾക്കറിയാലോ, കൊല വോട്ട് എന്തായാലും കിട്ടും. കാരണം എന്താ, വോട്ടും തരുന്ന അടിയും കൊള്ളണം, രണ്ടും വികസനമുള്ള അടിയും കൊള്ളണം, രണ്ടും തയ്ക്കുവാനാവോ? ഞാജി വോട്ടും കൊടുത്തിട്ട് അടിയും വെട്ടു. അതുകൊണ്ട് ഓരോ വോട്ടാധാരം കിട്ടൂല. പിന്നെയുള്ളതെന്ന് പറയുന്നത് നിഷ്പക്ഷമതികളായത് മാത്രമല്ല, വികസന തൽപരരായിട്ടുള്ള CPM ആണ്. പിന്നെ എന്താ പറഞ്ഞാൽ CPM അതിന്റെ കമ്മ്യൂണിസ്റ്റ് എല്ലാം പോകല്ലോ, നിങ്ങൾക്കറിയാലോ. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരു വലിയ പുരോഗമന പ്രസ്ഥാനമായി വളർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവിടെ എവിടെയെത്തി മതമേലധ്യക്ഷന്മാരെ പിന്നാലെ പോവാണ്. ഏതെല്ലാം തരത്തിൽ വോട്ട് കിട്ടാൻ പറ്റുമോ? ഇപ്പം പിണറായി അടുത്തതിന് പിന്നെ അയ്യപ്പനായിട്ട് പോകുന്നവരാണ്. പഞ്ചായത്ത് UDF ചെയർമാൻ MK റഫീഖ് അധ്യക്ഷത വഹിച്ചു. വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കാലാകാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ LDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ വില്യാപ്പള്ളിയിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അത് വട്ടപൂജ്യമായിട്ടാണ് ഇവിടുത്തെ വില്യാപ്പള്ളിയിലെ ജനതയ്ക്ക് പറയാനുള്ളത്. ഇവിടെ കാലാകാലമായി ഭരിച്ചിട്ട് ഒരു വികസന പ്രവർത്തനവും ചെയ്യാതെ, ഒരു വികസന കാഴ്ചപ്പാടില്ലാതെ മുന്നോട്ട് നീങ്ങുന്ന ഒരു ഭരണസമിതിയായിട്ടാണ് വില്യാപ്പള്ളിയെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വില്യാപ്പള്ളിയിൽ പ്രതിപക്ഷം എന്ന നിലക്ക് തന്നെ ജനപ്രതിനിധികൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സഹകരിച്ചു പോകുമ്പോൾ അവസാന നാളുകളിൽ UDFന്റെ ജനപ്രതിനിധികളുടെ വാർഡുകളിൽ ഒന്നും ഉണ്ടാവരുത് എന്നുള്ള ഒരു തീരുമാനവുമായിട്ടാണ് ഭരണസമിതി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മളിപ്പോ ഒടുവിൽ കണ്ടത്. തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട റോഡുകൾ നീക്കിവെച്ചപ്പോ ഒരു ഭരണസമിതിയും നീങ്ങുമ്പോ പഞ്ചായത്ത് ആക്ട് അനുസരിച്ച് അത് ഭരണസമിതിയാണ്. അവിടെ പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ നോക്കാതെയാണ് എല്ലാ പഞ്ചായത്തുകളും നീങ്ങുന്നത്. പഞ്ചായത്ത് രാജ് ആക്ടിന്റെ നിയമം അത് തന്നെയാണ്. പക്ഷേ ഇവിടെ ചെയ്തതോ പ്രസിഡന്റിന് 4 വൈസ് പ്രസിഡന്റിന് 4
LDFന്റെ മെമ്പർമാർക്ക് 3 വീതവും UDFന്റെ മെമ്പർമാർക്ക് കൊടുക്കുന്നത് ഓരോ റോഡുകളുമാണ്. ഇവരുടെ കൈകളിൽ നിന്ന് എടുത്തു കൊടുക്കുന്നത് പോലെയാണ് ഇവരുടെ തീരുമാനവും എന്നുള്ളതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. CP വിശ്വനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. കാവിൽ രാധാകൃഷ്ണൻ, തയ്യിൽ കുഞ്ഞബ്ദുള്ള ഹാജി, അഡ്വക്കേറ്റ് PT ഇല്യാസ്, യൂനുസ് രാമത്ത്, CP ബിജു പ്രസാദ്, N ശങ്കരൻ മാസ്റ്റർ, അഷ്റഫ് കോറോത്ത്, ബാബു പാറേമൽ, ആനാറത്ത് ഹമീദ് ഹാജി, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ V മുരളി മാസ്റ്റർ, ഷറഫുദ്ദീൻ കൈതയിൽ, NB പ്രകാശൻ മാസ്റ്റർ, ഹാജറ MP, സുനിത താളിക്കണ്ടി, സനിയ MK എന്നിവർ പ്രസംഗിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ MP വിദ്യാധരൻ സ്വാഗതവും മെമ്പർ പുത്തലത്ത് ഇബ്രാഹിം നന്ദിയും പറഞ്ഞു. എല്ലാ വാർഡിലും ഒരുപോലെ വികസനം നടപ്പാക്കുക. ജലജീവൻ താറുമാക്കിയ റോഡുകൾ പുനഃസ്ഥാപിക്കുക. ജലജീവൻ താറുമാറാക്കിയ റോഡുകൾ പുനഃസ്ഥാപിക്കുക. ജലജീവൻ പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക. ജലജീവൻ പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക. വെള്ളം ആവശ്യമുള്ളവർക്ക് കണക്ഷൻ നൽകുക. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, മഞ്ചേരി, വടകര, കുന്നമംഗലം, മേപ്പാടി.